പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ താക്കോൽ പരാമർശത്തിൽ തമിഴ്നാട്ടിൽ വിവാദം കത്തുകയാണ്. തമിഴ്നാട്ടിലെ ബി.ജെ.പി. ആസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ്. ഇതിന് ബി.ജെ.പി. നേതാവ് അണ്ണാമലൈ നൽകിയ മറുപടി വലിയ വാക്പോരിന് തന്നെ വഴിവെച്ചിരിക്കുകയാണ്. കോൺഗ്രസ് പ്രതിഷേധം നടത്തുന്നുണ്ടെങ്കിൽ ആ 10 പേർക്ക് തങ്ങൾ ഭക്ഷണം ഒരുക്കുമെന്നായിരുന്നു ഇതിന് അണ്ണാമലയുടെ മറുപടി. പ്രതിഷേധത്തിന്റെ സമയം അറിയിച്ചാൽ ഭക്ഷണം ഏർപ്പാടാക്കുമെന്നും DMK-യും കോൺഗ്രസും എങ്ങനെയാണ് തമിഴ്നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചതെന്ന് ബുക്ക് അച്ചടിച്ച് നൽകാമെന്നും അണ്ണാമലൈ ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഇതിന് മറുപടിയായി കോൺഗ്രസിന്റെ EVKS ഇളങ്കോവൻ രംഗത്തെത്തി. തങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുന്നുണ്ടെങ്കിൽ ബീഫ് വേണമെന്നായിരുന്നു ഇളങ്കോവന്റെ പ്രതികരണം. പ്രതിഷേധത്തിന്റെ സമയം 2 ദിവസം മുൻപ് തന്നെ അറിയിക്കാമെന്നും ബീഫ് കരുതണമെന്നുമുള്ള ഇളങ്കോവന്റെ മറുപടിക്ക് ഇതുവരെ അണ്ണാമലൈ പക്ഷേ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. മോദിയുടെ പരാമർശം പ്രതിപക്ഷം തെറ്റായി വളച്ചൊടിക്കുകയാണെന്നും ബി.ജെ.പി. അധികാരത്തിലെത്തിയാൽ പുരിയിലെ താക്കോൽ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് മോദി ഉദ്ദേശിച്ചതെന്നുമാണ് അണ്ണാമലൈ പറയുന്നത്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രത്നഭണ്ഡാരത്തിന്റെ കാണാതായ താക്കോൽ തമിഴ്നാട്ടിലുണ്ട് എന്നായിരുന്നു മോദിയുടെ വിവാദ പരാമർശം. ഒഡീഷയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ റാലിക്കിടെയായിരുന്നു ഈ സംഭവം. 2018-ൽ താക്കോൽ കാണാതായ സംഭവം രാഷ്ട്രീയ പ്രചരണത്തിന് ആയുധമാക്കുകയായിരുന്നു മോദി റാലിയിൽ ചെയ്തത്. ഭണ്ഡാരത്തിന്റെ താക്കോൽ 6 വർഷം മുൻപ് തന്നെ തമിഴ്നാട്ടിലെത്തിയെന്ന് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ വിശ്വസ്തനും തമിഴ്നാട് സ്വദേശിയുമായ VK പാണ്ഡ്യനെ ഉദ്ദേശിച്ചാണ് എന്നായിരുന്നു മോദി പറഞ്ഞത്. മോദിയുടെ പരാമർശം തമിഴ്നാട്ടിൽ വലിയ കോളിളക്കം തന്നെ സൃഷ്ടിക്കുകയും ചെയ്തു. DMK-യിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പരാമർശത്തിനെതിരെ വ്യാപക വിമർശനങ്ങൾ ഉണ്ടായി. തുടർന്നാണ് ബി.ജെ.പി. ആസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് K. സെൽവ പെരുന്തകൈ രംഗത്ത് വരുന്നത്. അതേസമയം താക്കോൽ പരാമർശത്തിലൂടെ മോദി തമിഴ്നാട്ടിലെ ജനങ്ങളെ കള്ളന്മാരെന്ന് വിളിച്ചു എന്നാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആഞ്ഞടിച്ചത്. തമിഴ്നാട്ടിലെത്തുമ്പോൾ ഇവിടുത്തെ ഭാഷയെയും സംസ്കാരത്തെയും പുകഴ്ത്തുന്ന മോദി നോർത്തിൽ ചെല്ലുമ്പോൾ തമിഴ്നാടിനോട് വെറുപ്പ് കാട്ടുന്നുവെന്നും സ്റ്റാലിൻ വിമർശിച്ചിരുന്നു. എന്തിനാണ് തമിഴരോട് ഇത്രയും വെറുപ്പെന്നും സ്റ്റാലിൻ ചോദിക്കുകയുണ്ടായി. മോദി വിദേശ പ്രസംഗത്തിലൂടെ ആളുകൾക്കിടയിൽ ശത്രുതയുണ്ടാക്കുകയാണ്. സംസ്ഥാനങ്ങൾ തമ്മിൽ ശത്രുത വർദ്ധിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത്. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ എത്തി വോട്ട് ചോദിക്കുമ്പോൾ തമിഴരെ മോശമാക്കി സംസാരിക്കുകയും തമിഴ്നാട്ടിലെത്തുമ്പോൾ തമിഴിനെയും തമിഴ്നാട്ടിലെ ജനങ്ങളെയും പുകഴ്ത്തുകയും ചെയ്യുന്ന മോദിയുടെ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് മനസ്സിലാവുമെന്നും സ്റ്റാലിൻ തുറന്നടിച്ചിരുന്നു. കേസിൽ BJD-യുടെ പങ്ക് സംശയാസ്പദമാണെന്നും ബി.ജെ.പി. സർക്കാർ ജൂണിൽ അധികാരത്തിൽ വന്ന ശേഷം റിപ്പോർട്ട് പരസ്യമാക്കുമെന്നും ഭണ്ഡാരത്തിന്റെ താക്കോൽ തമിഴ്നാട്ടിലേക്ക് പോയെന്നുമാണ് മോദി ആരോപിച്ചിരുന്നത്. ഇതാണ് സ്റ്റാലിനെ ചൊടിപ്പിച്ചത്. മോദി വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ ജനങ്ങൾക്കിടയിൽ ശത്രുതയും സംസ്ഥാനങ്ങൾക്കിടയിൽ രോഷവും സൃഷ്ടിക്കുകയാണെന്നും സ്റ്റാലിൻ തുറന്നടിച്ചിരുന്നു. എന്തായാലും പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ കഴിയാതെ വട്ടം കറങ്ങുകയാണ് മോദിയും കൂട്ടരും ഇന്ന്.